വിശദമായ വാർത്തയിലേക്ക് കടക്കാം. ബ്രിജ് ഭൂഷണെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിൽ ഗംഗാതീരത്ത് നാടകീയ രംഗങ്ങൾ. മെഡലുകൾ ഗംഗയിൽ ഒഴുക്കാനുള്ള നീക്കത്തിൽ നിന്ന് താരങ്ങൾ ഒടുവിൽ പിന്മാറി. കർഷക സംഘടനാ നേതാക്കൾ ഇടപെട്ടതിനെ തുടർന്നാണ് പിന്മാറ്റം. ശക്തമായ പ്രതിഷേധത്തിനാണ് ഹരിദ്വാർ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. सही कहा है। हाँ हाँ सही। हाँ जी हाँ जी हाँ जी ठीक ही बोलेंगे बेटी का होना बिल्कुल भी सब भाई अगर क्रांति भी होगी तो क्रांति करेंगे भाई। सही बात भाई। पहलवान खड़े हो एक बार खड़े हो लो। पहलवान जी खड़े हो लो एक बार। മനു ഭരത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. മനു, ഈ മെഡലുകൾ ഞങ്ങളുടെ ജീവിതമാണ്, ഇത് ഞങ്ങളുടെ ആത്മാവാണ്. വിയർപ്പൊഴുക്കി നേടിയ മെഡലുകൾക്ക് ഇപ്പോൾ വിലയില്ലാതായിരിക്കുന്നു. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, രാജ്യത്തിന്റെ യശസ് വാനോളമുയർത്തിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരം ബജ്രംഗ് പൂനിയയുടെ വാക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ നമ്മളുടെയൊക്കെ അഭിമാന താരങ്ങളാണ് വിയർപ്പൊഴുക്കി നേടിയ തങ്ങളുടെ മെഡലുകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പുണ്യനദിക്കരയിൽ ഒഴുക്കാൻ തയ്യാറായത്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും കേന്ദ്ര സർക്കാർ കണ്ണു തുറക്കാത്തത്? ഇതിൽ സർക്കാർ ഇത് പോലീസാണ് ഈ വിഷയം അന്വേഷിക്കേണ്ടത് എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പോലീസാകട്ടെ ഈ കേസിൽ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കാം എന്ന നിലപാടിലാണ്. പക്ഷേ കഴിഞ്ഞ ഏപ്രിൽ 23-നാണ് ഇത്തരം ഒരു പ്രതിഷേധവുമായി ഗുസ്തി താരങ്ങൾ രംഗത്തെത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറാകാത്ത പോലീസ് 7 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്, സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ഒരു FIR രജിസ്റ്റർ ചെയ്തത്. പക്ഷേ സാധാരണഗതിയിൽ പോക്സോ കേസിലും അതുപോലെ ഇത്തരം ലൈംഗിക അതിക്രമ കേസുകളിലും ഒക്കെ എടുക്കേണ്ട ഒരു നിലപാടുണ്ട്. അത് 164 CRPC 164 അനുസരിച്ച് ഈ സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തി അത് രഹസ്യമൊഴി കോടതിയുടെ മുൻപാകെ രേഖപ്പെടുത്തണം എന്നതാണ്. അപ്പോൾ ഈ CRPCയുടെ 161 164 വകുപ്പുകൾ പ്രകാരമുള്ള നടപടികൾക്ക് പോലീസ് തയ്യാറായില്ല. അതിനെ തുടർന്നാണ് പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാൻ ഗുസ്തി താരങ്ങൾ തീരുമാനിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് മാർച്ചുണ്ടായിരുന്നു. പിന്നീട് അവരെ അടിക്കുകയും വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ജന്തർ മന്ദറിൽ അവരുടെ സമരകൂടാരങ്ങൾ പൊളിച്ചു കളയുകയും ചെയ്തു. ഇതിലെല്ലാം പ്രതിഷേധിച്ചാണ് ഇന്ന് ഗംഗയിൽ തങ്ങളുടെ മെഡലുകൾ ഒഴുക്കും എന്ന് ഗുസ്തി താരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാജ്യത്തിൻ്റെ മുൻനിര ഗുസ്തി താരങ്ങളാണ് ബജ്രംഗ് പൂനിയ, അതുപോലെ സാക്ഷി മാലിക്, സംഗീത ഫോഗറ്റ്, വിനീഷ് ഫോഗറ്റ് തുടങ്ങിയവർ രാജ്യത്തിന് വേണ്ടി അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളവരാണ്. ജൂനിയർ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ആരംഭിച്ച് ഒളിമ്പിക്സ് വരെയുള്ള നീളുന്ന ആ പോരാട്ട വീര്യമാണ് ബജ്രംഗ് പൂനിയ ഇന്ന് കാഴ്ചവെച്ചത്. ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഇത് ഒരു കറുത്ത അധ്യായമായി അടയാളപ്പെടുത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ മെഡലുകൾ ഇന്നവർ ഗംഗയിൽ ഒഴുക്കാതിരുന്നത് കർഷക നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചാണ്. 5 ദിവസത്തെ സാവകാശമാണ് ഈ ടിക്കായത്ത് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുള്ളിൽ ഈ പ്രശ്ന പരിഹാരം ഉണ്ടാകുമെന്നാണ് കർഷക നേതാക്കൾ അവർക്ക് വാക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. ഹരിദ്വാർ സൂപ്രണ്ട് വ്യക്തമാക്കിയത് ഗംഗയിൽ ഇത്തരത്തിൽ പല കാര്യങ്ങൾ ഒഴുക്കിയിടാൻ നിരവധി ആളുകൾ വരാറുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ വരാറുണ്ട്, ഗുസ്തി താരങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എന്ന വളരെ ലജ്ജാകരമായ ഒരു നിലപാടാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരുന്നത്. മാത്രവുമല്ല, ഇവർ ഇന്ത്യ ഗേറ്റിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന് അനുവദിക്കില്ല എന്ന് ഡൽഹി പോലീസും അപ്പോൾ തന്നെ വ്യക്തമാക്കി. അത് ഒരു സ്മാരകമാണ്, അവിടെ
ഇത്തരം സമരങ്ങൾക്ക് വേദിയാക്കാൻ അനുമതിയില്ല എന്ന നിലപാട് ഡൽഹി പോലീസും വ്യക്തമാക്കി. ഏതായാലും ഈ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിനെതിരെ കണ്ണടയ്ക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്ന് വ്യക്തമാണ്. പക്ഷേ ഇന്ന് ഹരിദ്വാറിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾ ഈ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കിക്കളയരുത് എന്ന് ഗുസ്തി താരങ്ങളോട് അപേക്ഷിച്ചു. ഒപ്പം തന്നെ പല നേതാക്കളും ഇത്തരത്തിൽ ഗുസ്തി താരങ്ങളോട് ഈ മെഡലുകൾ തീർച്ചയായും മനു, എന്തായാലും കേന്ദ്ര സർക്കാർ ഈ താരങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുമ്പോൾ ജനങ്ങൾ ഒന്നാകെ ഇവർക്കൊപ്പമാണ് എന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് ഹരിദ്വാറിൽ നിന്ന് കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഒപ്പം നമ്മളും തീർച്ചയായും ഇവർക്കൊപ്പം തന്നെയാണ്. പക്ഷെ അപ്പോൾ അറിയേണ്ടത് ഈ സാക്ഷി മാലിക് അടക്കം ബജ്രംഗ് പൂനി അടക്കം രാജ്യത്തിനായി നമ്മുടെ ഇന്ത്യക്കായി മെഡലുകൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചപ്പോൾ നമ്മുടെ പതാക മറ്റു രാജ്യങ്ങളിൽ ഉറക്കെ പാറിച്ചപ്പോൾ അടക്കം ഇവരെ ആദ്യം അഭിനന്ദിക്കാൻ എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അടക്കമുള്ള അധികാരികൾ ഇപ്പോൾ ഇവർ കണ്ണടയ്ക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇവരിപ്പോൾ ഈ ഒരു ഇത്ര വലിയൊരു സമരത്തിൽ ഇടപെടാതിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും ബ്രിജ് ഭൂഷണെ അടക്കം ഇവർക്ക് സംരക്ഷിക്കേണ്ടി വരുന്നത്? അല്ല, ബ്രിജ് ഭൂഷൺ സ്വാഭാവികമായും ഒരു BJP നേതാവാണ്. അദ്ദേഹം മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാണ് പിന്നീട് BJPയിൽ എത്തുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ ഗുസ്തി ഫെഡറേഷൻ്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്നതിന് BJPക്ക് വ്യക്തമായ പങ്കൊന്നുമില്ല. പക്ഷേ സ്വാഭാവികമായും ഇത്തരം ഒരു വിഷയമുണ്ടാകുമ്പോൾ അതിൽ നടപടി സ്വീകരിക്കേണ്ടത് പോലീസാണ്. ഒരു പരാതിയിൽ ഇടപെടാൻ പ്രധാനമന്ത്രിക്ക് ഒരുപക്ഷെ അങ്ങനെ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ ഇവിടെ പരാതിക്കാരൻ ഒരു BJP നേതാവാണ് എന്നത് ഈ സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. അത് നടപടികൾ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ എന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഈ റെസ്ലിംഗ് ഫെഡറേഷൻ നിയന്ത്രിക്കുന്നത് ഈ ബ്രിജ് ഭൂഷണാണ്. അപ്പോൾ ഇത് ദീപേന്ദർ ഹൂഡയും ഇവരും ബ്രിജ് ഭൂഷണും തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് വാദിക്കുന്നവർ ഒരു വശത്തുണ്ട്. പക്ഷേ ഇവിടെ അതിനൊക്കെ അപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് പരാതിക്കാരി. അതുപോലെ തന്നെ ഇന്ത്യയുടെ അഭിമാന താരങ്ങളായ ഗുസ്തിക്കാരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, മുമ്പ് സമാനമായി ഒരു സംഭവം ഉണ്ടായത് കാഷ്യസ് ക്ലേ എന്ന മുഹമ്മദ് അലിയുടെ കയ്യിൽ നിന്നാണ്. അദ്ദേഹം ഈ വർണ്ണവെറിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി തൻ്റെ മെഡൽ അദ്ദേഹം നദിയിൽ ഒഴുക്കുകയുണ്ടായി. പിന്നീട് ലോകത്തിന് അദ്ദേഹത്തിൻ്റെ ആ പോരാട്ടത്തെ അംഗീകരിക്കേണ്ടി വന്നു. അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ വെച്ച് ആ മെഡൽ തിരിച്ചു നൽകുകയും ദീപനാളം തെളിയിക്കാൻ മുഹമ്മദ് അലിയെ കായിക ലോകത്തിന് സ്വാഗതം ചെയ്യേണ്ടിയും വന്നു. സമാനമായ ഒരു പോരാട്ടമാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. ഇന്ന് ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നവർക്ക് നാളെ ഒരു പക്ഷേ ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. തീർച്ചയായും എന്തായാലും ഗോദയിൽ മാത്രമല്ല ജീവിതത്തിലും അവർ പോരാടുകയാണ്. നീതിക്കായുള്ള പോരാട്ടം വിജയം കാണട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. മനു ഭരതാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സംഘർഷം നിലനിൽക്കുന്ന മണിപ്പൂരിൽ സമാധാനം ഉറപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാരിന് മുൻപിലുള്ള മറ്റൊരു വെല്ലുവിളി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂരിൽ സന്ദർശനം ആരംഭിച്ചു. സംസ്ഥാനത്ത് സമാധാനം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇംഫാലിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും വിവിധ സംഘടനാ പ്രതിനിധികളുമായും അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. വിഷയത്തിൽ ഇടപെടൽ തേടി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ കണ്ടു നിവേദനം സമർപ്പിച്ചു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, എന്തായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച മറ്റൊരു വെല്ലുവിളി എന്ന് തന്നെ ഈ വിഷയത്തെ പറയാം. എന്തായാലും ക്രമസമാധാനം നിലനിർത്തുക അതിനുള്ളൊരു ഊർജിത ശ്രമം തന്നെയായിരിക്കും അല്ലേ, പ്രത്യേകിച്ചും അമിത്ഷായുടെ അടക്കം വരവിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതെ, അതീവ ഗൗരവമുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് മണിപ്പൂരിൽ നിന്നും കേന്ദ്ര സർക്കാരിന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിൽ അമിത്ഷാ സന്ദർശനം തുടരുകയാണ്. ഈ സന്ദർശനം തുടരുന്നതിന് അമിത്ഷാ മണിപ്പൂരിൽ എത്തണമെന്ന് BJP MLA-മാർ അടങ്ങുന്ന സംഘം തന്നെയാണ് നേരിട്ട് വന്ന് അദ്ദേഹത്തെ കണ്ട് ആവശ്യപ്പെട്ടത്. മണിപ്പൂരിൽ അല്ലെങ്കിൽ രാജ്യയിലേക്കടക്കം നീങ്ങും എന്നുള്ള തരത്തിലുള്ള ഭീഷണിയടക്കം അവർ മുഴക്കിയിരുന്നു. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് മണിപ്പൂരിലെത്തി മണിപ്പൂരിലെ സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഇന്ന് രാവിലെ അദ്ദേഹം അവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ
കലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ വിഭാഗങ്ങളുടെ കുക്കി മെയ്തേ വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായും അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ കുക്കി വിഭാഗത്തിൻ്റെ ഇപ്പോൾ പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളുമായി ചർച്ചയ്ക്ക് അവർ ഇതുവരെയും തയ്യാറായിട്ടില്ല. പക്ഷേ കുക്കി വിഭാഗത്തിൽ തന്നെ പെടുന്ന ബുദ്ധിജീവികളുമായും അതോടൊപ്പം തന്നെ കുക്കി വിഭാഗത്തിൽ സ്വാധീനമുള്ളവരുമായും പ്രത്യേകമായും അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ സ്ത്രീകളുമായും മണിപ്പൂരിനെ സംബന്ധിച്ച് സ്ത്രീകളുടെ പോരാട്ടം, സ്ത്രീകൾ വലിയ രീതിയിൽ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ത്രീകളുമായും സ്ത്രീ സംഘടനകളുമായും ഇന്ന് അമിത്ഷാ ചർച്ച നടത്തി. മുഖ്യമന്ത്രിയുടെ വസതിയിലായിരുന്നു പ്രധാനമായും ചർച്ച നടന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ അതിശക്തമായി തന്നെയാണ് മണിപ്പൂരിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിൽ തീവ്രവാദ ഭീഷണിയില്ലെന്നും ശാന്തമാകാൻ സമയമെടുക്കുമെന്നും സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ 25 ഭീകരരെയാണ് കഴിഞ്ഞ ദിവസം തോക്കുമായി അവർ പിടികൂടിയത്. അവരുടെ കയ്യിൽ നിന്ന് ചൈനീസ് നിർമ്മിത ആധുനിക തോക്കുകൾ പിടികൂടിയെന്നാണ് പ്രധാനമായും സൈന്യം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ 20 പേരെ അക്രമ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം വീടുകൾ തീവച്ചതുമായി ബന്ധപ്പെട്ട് 20 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതര വിഭാഗങ്ങൾക്ക് ഇപ്പോൾ മെയ്തേ വിഭാഗത്തിന് മേൽക്കൈയുള്ള പ്രദേശങ്ങൾ കുക്കി വംശജരും അതുപോലെ തന്നെ കുക്കി വംശജർക്ക് മേൽക്കൈയുള്ള ഗ്രാമങ്ങളിൽ മെയ്തേ വിഭാഗത്തിലെയും കുറച്ച് കുടുംബങ്ങളൊക്കെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് അവിടെ താമസിക്കാൻ വളരെ പ്രയാസമുണ്ട്. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വലിയ പോരാട്ടവും അല്ലെങ്കിൽ വലിയ സംഘർഷവും കലാപവും ഒക്കെ നടക്കുമ്പോൾ അവിടെ ഒരു ന്യൂനപക്ഷം വന്ന വിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ താമസിക്കേണ്ടി വരുന്നവരെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അവരെ രണ്ട് ഭാഗത്തു നിന്നും കുക്കി വിഭാഗത്തിന് മേൽക്കൈയുള്ളിടത്തു നിന്ന് മെയ്തേ വിഭാഗത്തിലെ ആളുകളെയും മെയ്തേ വിഭാഗത്തിന് മേൽക്കൈയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുക്കി വിഭാഗത്തിലെ ആളുകളെയും തൽക്കാലത്തേക്കെങ്കിലും മാറ്റിപ്പാർപ്പിക്കാൻ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ കൂടി കരസേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ വസതിയിലായിരുന്നു സർവകക്ഷി യോഗം നടന്നത്. ഹോം സെക്രട്ടറിയും IB ചീഫും അമിത്ഷായ്ക്കൊപ്പം ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. വിവിധ ഗ്രൂപ്പുകളുമായും അദ്ദേഹം പ്രത്യേകമായി ചർച്ച നടത്തി. അതോടൊപ്പം തന്നെ പ്രധാനമായും ഈ ഗ്രൂപ്പുകൾ ഉന്നയിച്ച ഒരു ആവശ്യം ഇതിൽ ഈ കൊല്ലപ്പെട്ടവർക്ക് ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം വേണം എന്നുള്ളതാണ്. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരവും കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലിയുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പരിധിവരെ ഇത് സഹായമാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. എന്തായാലും സൈന്യം അതിശക്തമായ ഇടപെടലാണ് ഇവിടെ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. കലാപരൂക്ഷമായ ചൗരാചന്ദ്പൂറും ഇന്ന് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ന് വൈകുന്നേരം അവിടുത്തെ പ്രധാനപ്പെട്ട MLA-മാരുമായിട്ടടക്കം ചർച്ച നടത്തുന്നുണ്ട്. അതിൻ്റെ സമയക്രമം സംബന്ധിച്ച് ഇതുവരെയും കൃത്യമായി വന്നിട്ടില്ല. എന്തായാലും ഇന്ന് രാത്രിയിൽ തന്നെ ആ ചർച്ച ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകുന്നേരം അദ്ദേഹം വിവിധ സേനാ വിഭാഗങ്ങളുടെ അവിടുത്തെ വിഷയങ്ങൾ സംഘർഷം കൈകാര്യം ചെയ്യുന്ന സേനാ മേധാവികളുമായും അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. എന്തായാലും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിനെ ശാന്തമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിനിടയിൽ കോൺഗ്രസും ഒരു ഭാഗത്ത് കോൺഗ്രസും അതിശക്തമായി തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മണിപ്പൂരിലെ അന്തരീക്ഷം വളരെ കലാപകലുഷിതമാണെന്നും മണിപ്പൂരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് രാഷ്ട്രപതിയെ കണ്ട് നിവേദനം സമർപ്പിച്ചു. അതോടൊപ്പം തന്നെ ജയറാം രമേശ് പറഞ്ഞത് ഇത് BJP 2001 എങ്ങനെയാണോ മണിപ്പൂരിൽ കലാപമുണ്ടാക്കിയത് അതുപോലെ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് കലാപമുണ്ടാക്കുക ആ തന്ത്രം തന്നെയാണ്, ആ രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് BJP പ്രയോഗിക്കുന്നത്. പ്രധാനമായും അവിടുത്തെ രണ്ട് ഗോത്രവിഭാഗങ്ങളെ തമ്മിലുള്ള വലിയ സംഘർഷത്തിലേക്ക് തള്ളിവിട്ടത് BJPയുടെ രാഷ്ട്രീയ നീക്കമാണ് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ എങ്ങനെയാണോ കലാപമുണ്ടാക്കിയത് അതുപോലെ തന്നെ ബംഗാളിൽ കലാപമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ മണിപ്പൂരിലെ കലാബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കേന്ദ്ര സർക്കാരിന് മമതാ ബാനർജി കത്തും നൽകിയിട്ടുണ്ടാവും. ശരി, ആർ കിരൺ ബാബു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നരേന്ദ്രമോദി സർക്കാരിന് 9 വയസ്സു തികഞ്ഞു. നാളെ അജ്മീറിലെ റാലിയെ മോദി അഭിസംബോധന ചെയ്യും. വിശേഷ് ജനസമ്പർക്ക് അഭിയാൻ എന്ന പേരിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. 9 വർഷത്തെ ഭരണ നേട്ടങ്ങൾ അടിസ്ഥാനമാക്കി കേന്ദ്രമന്ത്രിമാരും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും വാർത്താ സമ്മേളനങ്ങൾ നടത്തും. രാഷ്ട്രസേവനത്തിൽ 9 വർഷം തികയുമ്പോൾ വിനയവും കൃതജ്ഞതയും നിറയുന്നതായും വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു.
മോദി സർക്കാർ 9 വർഷം പൂർത്തിയാക്കുമ്പോൾ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഇനി കേൾക്കാം. മോദി സർക്കാരിൻ്റെ ഭരണത്തിൽ കേരളത്തിന് പ്രയോജനമൊന്നുമില്ല. കേരളത്തിന് അവർ കുത്തുവളടിപ്പിക്കാനുള്ള പരിപാടിയാണ്. തൊഴിൽ മേഖല വരണം. തൊഴിലില്ല ആളുകൾക്ക്. സർക്കാരിന് ഫണ്ട് കൊടുക്കുന്നില്ല. കേന്ദ്രം ഫണ്ട് കൊടുക്കാതിരുന്നാൽ ജനം എന്ത് ചെയ്യും? ജനം വലയാണ് കേരളത്തിൽ. 9 വർഷം ആഘോഷിക്കുന്ന വേളയിൽ ആദ്യം ചെയ്യേണ്ടത് ആ ഗുസ്തി താരങ്ങൾ, അതായത് നമ്മുടെ ഇന്ത്യക്ക് അഭിമാനമായ താരങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആദ്യം നോക്കാൻ പറയണം. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇപ്പോഴത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ ഫുൾ കറപ്റ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. ലൈക്ക് എല്ലാവരും പറയും ഭയങ്കര ഡെമോക്രാറ്റിക് ആണെന്ന്, പക്ഷേ എനിക്കിങ്ങനെ തോന്നുന്നില്ല. ഒരു സെക്യുലർ കൺട്രിയിൽ നിന്ന് തന്നെ പറഞ്ഞിട്ട് ഇപ്പം തന്നെ മറ്റേ പാർലമെൻറ്റിൽ, അപ്പോൾ അതിനെതിരെയൊക്കെ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണം. മോഡി ചെയ്യുന്നത് ശരിയാണ്, പക്ഷേ അത് നമ്മുടെ കേരളത്തിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. കേരളത്തിലോട്ട് പുള്ളിക്കാരൻ ഫോക്കസ് ചെയ്തൊന്നും ചെയ്യുന്നില്ല. അതാണ് മെയിനായിട്ടുള്ളത്. റോഡുകളിൽ വെച്ചിട്ട് ഡെവലപ്മെൻറ്റ് വരണുണ്ട്. കുറേയൊക്കെ നല്ല രീതിയിൽ ചെയ്യണുണ്ട്. അത് നാഷണൽ ഹൈവേ ആണോ സ്റ്റേറ്റ് ഹൈവേ ആണോ? നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയും കുഴപ്പമില്ലാതെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്യാമറയൊക്കെ വരുന്നുണ്ട്. ക്യാമറ വരുന്നത് വെച്ച് നമുക്കിപ്പം അത് ജനങ്ങൾക്ക് നല്ലതിനുമാണ്. എന്നാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഡ്രൈവർമാർക്ക് വരുന്നുണ്ട്. വില കൂട്ടം തന്നെ, എന്തോന്ന് ജോലി ചെയ്താൽ കൂലിയില്ല, സാധനത്തിനൊക്കെ വില കൂടുതൽ ചെയ്യുന്നില്ല. അതെന്തോന്നു ഇപ്പം നരേന്ദ്രമോദി സർക്കാർ 9 വർഷമായി. അപ്പം നരേന്ദ്രമോദിയാണോ പിണറായി വിജയനാണോ രാഹുൽ ഗാന്ധിയാണോ ആരാണ് കൊള്ളാവുന്നത് ചേച്ചിയുടെ ഒരു അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ നരേന്ദ്രമോദി ഓരോ സൗജന്യമൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഞങ്ങൾ ഇതാക്കുന്നുണ്ട്. നരേന്ദ്രമോദി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് അവരെ പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. നമ്മളെ സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ പറയണ ഒന്നും ചെയ്യണമൊന്നുമില്ല, ഒരു കാര്യങ്ങളും നടപ്പിലാക്കണില്ല. പിന്നെ അവർ കുറേ റെയ്ഡും കാര്യങ്ങളൊക്കെ നടത്തണം. അതുകൊണ്ടിട്ട് കാര്യമുണ്ട്. വില സൂചിയാൽ കൂടി തന്നെ വരെയാണ് സംഭവം. എല്ലാത്തിനും വില കയറ്റമേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ ആണോ കേരള സർക്കാരിൻ്റെ കുഴപ്പമാണ്? നമുക്കിവിടെ കേന്ദ്രമല്ലേ നോക്കേണ്ടത്. കേന്ദ്രമല്ലേ നോക്കേണ്ടത്. കേന്ദ്രമല്ലേ നോക്കേണ്ടത്. എല്ലാം അടിക്കടി വില കൂടി വരികയാണ്. ഒന്നിനും വില കുറവില്ല. തിരികെ വാർത്തയിലേക്ക്. ചെങ്കോൽ വിവാദവുമായി ബന്ധപ്പെട്ട ശശി തരൂരിന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസിൽ അമർഷം പുകയുകയാണ്. ഇതിന് തെളിവാണ് ഇന്ന് എം ഹസൻ നടത്തിയ പരാമർശം. വിഷയത്തിൽ ശശി തരൂർ വിശദീകരണം നൽകേണ്ടതാണെന്ന് ഹസൻ പറഞ്ഞു. എന്നാൽ വിശദീകരണം AICC ആണ് ആവശ്യപ്പെടേണ്ടതെന്നും ഹസൻ വ്യക്തമാക്കി. അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞത് എന്നെ പോലുള്ള ആളുകളെ വളരെ അത്ഭുതപ്പെടുത്തി. കാരണം ശശി തരൂരിൻ്റെ മതേതര നിലപാടിലുള്ള ഉറച്ച അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ശക്തമായ വിമർശനങ്ങളും കണക്കിലെടുക്കുമ്പോൾ ശശി തരൂരിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അദ്ദേഹം അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിശദീകരണം നൽകിയിട്ടില്ല. അദ്ദേഹം നൽകേണ്ടതാണ്. കാരണം ഒരിക്കലും ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഒരു പാർലമെന്റിന്റെ ഈ ഉദ്ഘാടനത്തെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി ആണ് ഈ ചെങ്കോലൊക്കെ ഒരു പ്രതീകമാക്കി മാറ്റിയത്. അതേക്കുറിച്ച് അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്നെ പോലുള്ളവർക്ക് വളരെ അത്ഭുതം തോന്നി. അല്ല, അത് AICC ആണ്. അദ്ദേഹം പാർലമെന്റ് അംഗമാണ്. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനത്തോട് AICC വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് ഇന്നലെ ഞാൻ മാധ്യമ വാർത്തകൾ കണ്ടതേ ഉള്ളൂ. അതിനിടെ ശശി തരൂരിനെ പുകഴ്ത്തിയും NK പ്രേമചന്ദ്രനെ പരോക്ഷമായി ക്ഷണിച്ചും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും രംഗത്തെത്തി. രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ കയറാൻ കഴിയില്ല, അതിനാൽ ആരും കയറേണ്ട എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. എന്നാൽ ഈ നിലപാട് ശരിയല്ലെന്ന് തരൂർ പറഞ്ഞു. പ്രേമചന്ദ്രൻ എത്രയും വേഗം ഇവരിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്നും K സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ശശി തരൂർ മാത്രം പറഞ്ഞു മോശമായി പോയി. ശശി തരൂരിനെ പോലുള്ള നല്ല കാര്യവിവരമുള്ള ആൾക്കാർ പറയുന്നത് ഇവിടെ ഉണ്ട്. കോൺഗ്രസ്സുകാര് പിന്നെ വടിയെടുത്തിട്ട് കാര്യമില്ല. ഈ രാജ്യത്തെ കുറിച്ച് അറിയുന്നവരെല്ലാം അറിയില്ല ഇതൊക്കെ. രാഹുൽ ഗാന്ധിക്ക് എന്തായാലും പോകാൻ പറ്റില്ല, എന്നാ പിന്നെ ഒരു കോൺഗ്രസ്സുകാരനും പോണ്ട എന്നുള്ളൊരു നിലപാട്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പാർലമെന്റ് എങ്ങനെ ഭസ്മാക്കാന്ന് വിചാരിക്കുന്നവരാണ് അവര്. കൂടെ ചൈനയോടുള്ളവർക്ക് എങ്ങനെ ഇന്ത്യ വളരുമ്പോ സമാധാനം ഉണ്ടാവും? ചൈനയെ നന്നാവണം എന്ന് പറയുന്ന ആൾക്കാര് ഇന്ത്യ സാമ്പത്തികമായി വികസിക്കുമ്പോ എങ്ങനെ സന്തോഷിക്കും? ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇന്ത്യയും ജപ്പാനും
അമേരിക്കയും എന്ന് പരസ്യമായി പറഞ്ഞ ഇത്രയും വലിയ രാജ്യദ്രോഹ നിലപാട് സ്വീകരിച്ചവര് ഇന്ത്യ രക്ഷപ്പെടുമ്പോൾ സന്തോഷിക്കുമോ? ആ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാർ പറയുന്നത് കേട്ടിട്ടാണ് ഇവിടെ രാഹുൽ ഗാന്ധി ഇപ്പൊ നടക്കുന്നത്. അതിന്റെ ഗതികേടാണ് ഇപ്പോ കോൺഗ്രസിനിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം ശശി തരൂർ വീണ്ടും വാർത്താ കേന്ദ്രമാവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ പുകഴ്ത്തിയും എൻ.കെ. പ്രേമചന്ദ്രനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ കൊല്ലത്ത് ഇന്ന് പ്രസ്താവന നടത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ കയറാൻ കഴിയാത്തതിനാൽ മറ്റാരും പാർലമെന്റിൽ കയറേണ്ട എന്ന നിലപാടാണ് കോൺഗ്രസിന്. ശശി തരൂർ ഇതിനെയാണ് ചോദ്യം ചെയ്തത്. ഇങ്ങനെയായിരുന്നു സുരേന്ദ്രന്റെ പ്രസ്താവന. ഒപ്പം തന്നെ എൻ.കെ. പ്രേമചന്ദ്രന് ഈ സ്ഥിതിയിൽ കോൺഗ്രസിനൊപ്പം തുടർന്നാൽ അത് അദ്ദേഹത്തിന് ദോഷകരമായി മാറും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് പ്രേമചന്ദ്രന് നല്ലതെന്നും സുരേന്ദ്രൻ കൊല്ലത്ത് പറഞ്ഞുവെച്ചു. ഇതേ വിഷയത്തിൽ എം ഹസൻ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെതിരെ നടത്തിയ പ്രസ്താവനയും ഏറെ ശ്രദ്ധേയമായി. ശശി തരൂരിന്റെ പ്രസ്താവന വിശദീകരണം തേടേണ്ടത് തന്നെയാണ്. പക്ഷേ അതിന് തീരുമാനമെടുക്കേണ്ടത് AICC നേതൃത്വമാണ്. തരൂരിന്റെ പ്രസ്താവന തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും UDF കൺവീനർ എം ഹസൻ പ്രതികരിച്ചു. വരുന്നു ഇരുട്ടടി. സാധാരണക്കാരന്റെ കീശ ഇനിയും കാലിയാകും. വരുകയാണ് മറ്റൊരു ഇരുട്ടടി കൂടി. സംസ്ഥാനത്ത് മാസം തോറും ഇനി വൈദ്യുതി ചാർജ് കൂടും. ഇന്ധന സർചാർജായി യൂണിറ്റിന് 10 പൈസ വരെ KCBക്ക് കൂട്ടാം. ഇതിന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ഇനി മുതൽ ആവശ്യമില്ല. നന്ദകുമാറിന്റെ റിപ്പോർട്ട് കാണാം. മാസങ്ങൾക്ക് മുമ്പ് വൈദ്യുതി നിരക്കിലുണ്ടായ വർധനവ് തന്നെ ജനങ്ങൾക്ക് അധിക ഭാരമായിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ഷോക്ക് അടിച്ച പോലെ ഓരോ മാസവും 10 യൂണിറ്റിന് 10 പൈസ വെച്ച് ഇനി അധികം കൂടാനായിട്ട് പോകുന്നത്. ഇതിനായി സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ നിയമത്തിൽ ഭേദഗതി ചെയ്തു. കരട് ചട്ടങ്ങളിൽ 20 പൈസയായിരുന്നു കൂട്ടാൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ KCB ആകട്ടെ 40 പൈസ യൂണിറ്റിന് 40 പൈസ വേണമെന്ന അവകാശം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ 10 പൈസയായി യൂണിറ്റിന് 10 പൈസയായി റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോൾ പരിമിതപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ 3 മാസത്തിലൊരിക്കൽ ബോർഡ് നൽകുന്ന അപേക്ഷയിൽ ഉപഭോക്താക്കളുടെ വാദം കേട്ട ശേഷമാണ് കമ്മീഷൻ സർചാർജ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ ബോർഡിന് സ്വമേധയാൽ 10 പൈസ വെച്ച് കൂട്ടാൻ സാധിക്കും. 10 പൈസയ്ക്ക് അധികം കൂട്ടണമെങ്കിൽ അതിന് പ്രത്യേകമായി റെഗുലേറ്ററി കമ്മീഷന്റെ കയ്യിൽ നിന്നും അനുവാദം വാങ്ങുകയും ചെയ്യണം. എന്നാൽ ഇപ്പോൾ KCBയുടെ വാദം ആദ്യ 9 മാസം ഈ ഒരു അധിക ചെലവ് നൽകേണ്ടി വരില്ല എന്ന് തന്നെയാണ്. പ്രധാനമായും പഴയ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ 9 മാസത്തെ സർചാർജ് അനുവദിക്കാൻ ബോർഡ് നേരത്തെ തന്നെ കമ്മീഷന് അപേക്ഷ നൽകിയിട്ടുണ്ട്. അത് പ്രകാരമായിരിക്കും ആദ്യ 9 മാസം വൈദ്യുതി നിരക്കിലുണ്ടാവുന്ന മാറ്റം. അതിനുശേഷം വരുന്ന ഓരോ മാസവും സംസ്ഥാനത്ത് 10 പൈസ വെച്ച് വൈദ്യുതിയിൽ നിരക്കിൽ വർധനവുണ്ടാവുകയും ചെയ്യും. സോണ്ട കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ സർക്കാരിന് ശുപാർശ നൽകുമെന്ന് കൊച്ചി മേയർ. വീഴ്ച കണ്ടെത്തിയതോടെ കരാർ അവസാനിപ്പിച്ചു. സോണ്ട കമ്പനിക്ക് വേണ്ടി രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും മേയർ വ്യക്തമാക്കി. ശരിക്കും പറഞ്ഞാൽ കൗൺസിൽ തീരുമാനിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ആക്ടിനെ പറ്റിയൊക്കെ ധാരണകൾ വേണം. ഇത് ഈ കൗൺസിൽ സംസാരിക്കുന്നവർക്കും മനസ്സിലാവണില്ല. കാരണം DM ആക്ട് അനുസരിച്ചാണ് ഈ കൗൺസിൽ വരേണ്ട കാര്യമില്ല. ഇതിനു മുമ്പൊന്നും കൗൺസിൽ വന്നില്ല. മറ്റേ സോണ്ടയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തങ്ങ് പോയാൽ മതി. പക്ഷെ കൗൺസിലിൽ ഞാനിപ്പോൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ DM ആക്ട് പ്രകാരം എടുത്ത തീരുമാനങ്ങളെ നമ്മളെല്ലാം കൗൺസിലിലേക്ക് കൊണ്ടുവന്നു. കാരണം കൗൺസിൽ അറിയാതെ ഇവിടെ ഒരു ആക്ഷൻ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് എല്ലാം നമ്മൾ കൃത്യമായി കമ്മിറ്റിയിലും പോയല്ലോ. അപ്പോൾ ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ്റെ ഒരു ആക്ഷേപത്തിന് സാധുതയുണ്ട്. എന്താ ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ്റെ ആക്ഷേപം? ഇന്നലെ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങളാരും എടുത്തിട്ട് ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നത് ഞാനിതൊന്നും അറിഞ്ഞില്ല. അദ്ദേഹം മാത്രമല്ല അറിയാതിരിക്കണത്, ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഈ നടപടിക്രമങ്ങളെല്ലാം DDMA ആക്ട് അനുസരിച്ച് കോർപ്പറേഷൻ സെക്രട്ടറി കളക്ടർ ഉത്തരവ് പ്രകാരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. എൻപോർട്ട് കമ്മിറ്റി ഉണ്ട്, ഗവൺമെൻറ് ഓർഡർ ഉണ്ട്, എൻപോർട്ട് കമ്മിറ്റിക്ക് തീരുമാനിക്കാമെന്ന്. ഇവിടെ വൈകിയാലും എന്തും ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ നമ്മൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഒരു സംവിധാനം എന്നുള്ള നിലയിലാണ് ഈ എടുത്ത എല്ലാ തീരുമാനങ്ങളും കൗൺസിലിൽ കൊണ്ടുവന്നത്. നിങ്ങൾ ഇന്ന് കൗൺസിൽ ശ്രദ്ധിച്ചില്ലേ? നമ്മൾ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചതും നടക്കാത്തതുമായ ഫയലുകൾ പോലും കൗൺസിലിൽ കൊണ്ടുവന്നു. കാരണം ആരെയും ഇരുട്ടി നിർത്തണ്ടെന്നുള്ളതുകൊണ്ടാണ് എനിക്കറിയാലോ എല്ലാ മീഡിയയും വരുന്നു. പക്ഷെ നമ്മൾ ആരിൽ നിന്നും ഒരു കാര്യം ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലാം കൗൺസിലിൽ കൊണ്ടുവന്നത്.
നവമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നവമി, ഈ ഒരു സോണ്ട കമ്പനിയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കേട്ടതായിരുന്നു കൊച്ചി കോർപ്പറേഷൻ. ഇപ്പോൾ ഇതാ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഈ സോണ്ട കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണം, രാഷ്ട്രീയമായി ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നാണ് മേയർ പറയുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്, എത്രത്തോളം വിശ്വസനീയമാണ്? ഭവ്യ, നമുക്കറിയാവുന്നതുപോലെ തന്നെ ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്ന് വലിയ ഒരു ആരോപണമായിരുന്നു കരാർ കമ്പനിയായ സോണ്ടയ്ക്കെതിരെ ഉന്നയിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായൊരു നടപടി സർക്കാരിന് ശുപാർശ നൽകാൻ കോർപ്പറേഷൻ ഇന്ന് ചേർന്ന കൌൺസിലിൽ തീരുമാനിച്ചത്. കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്താനാണ് സർക്കാരിന് ശുപാർശ നൽകുന്നത്. സോണ്ട കമ്പനി കൃത്യമായി വീഴ്ച വരുത്തിയെന്ന് കോർപ്പറേഷൻ കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ സർക്കാരിന് ശുപാർശ നൽകുന്നത്. ഒപ്പം തന്നെ വ്യാഴാഴ്ച മുതൽ, അതായത് 1-ാം തീയതി മുതൽ ബ്രഹ്മപുരത്തേക്ക് ഇനി മാലിന്യങ്ങൾ കൊണ്ടുപോകില്ല മാലിന്യങ്ങൾ എത്തിക്കില്ല എന്ന ഒരു തീരുമാനവും കോർപ്പറേഷൻ ഇന്ന് എടുത്തിരിക്കുകയാണ്. പ്രധാനമായും 3 കമ്പനികൾക്കാണ് കരാർ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവർ എവിടേക്കാണ് ഈ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ ഇതിന് ഉത്തരം പറയാൻ മേയർ തയ്യാറായില്ല. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്നായിരുന്നു മേയറുടെ മറുപടി. എന്തായാലും ഈ ഒരു വ്യാഴാഴ്ച മുതൽ 3 പുതിയ കമ്പനികൾക്കാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കരാർ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മുൻപ് ഉന്നയിച്ചതുപോലെ തന്നെ മെഡിക്കൽ വേസ്റ്റുകളുടെ കാര്യമായിരുന്നു. ഈ മുതിർന്നവരുടെ ഡയപ്പർ അടക്കമുള്ള കാര്യങ്ങൾ. ഇതിൽ ഇന്ന് ചേർന്ന യോഗത്തിൽ ഉള്ള തീരുമാനം, സാധാരണക്കാർ, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലുള്ളവരുടെ മെഡിക്കൽ വേസ്റ്റുകൾ ഫ്രീ ആയി തന്നെ കീൽ എന്ന ഒരു കരാറുകാർക്കാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവർ സൗജന്യമായി തന്നെ എടുക്കും. എന്നാൽ ഈ സാധാരണക്കാർ, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ ഏതെന്നുള്ളത് കൗൺസിലർ ലിസ്റ്റ് നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ പ്രധാനപ്പെട്ട തീരുമാനം എന്നത് സോണ്ട കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി എന്നുള്ളതാണ്. ശരി, നവമി ദിനേശാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. തിരികെ എത്താം മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. ഹോട്ടൽ ഉടമ സിദ്ദിഖിന്റെ കൊലപാതകത്തിൽ പ്രതികളുമായി ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. മൃതദേഹം ട്രോളി ബാഗുകളിലാക്കി ഉപേക്ഷിച്ച അട്ടപ്പാടി ചുരം 9-ാം വളവിലാണ് തെളിവെടുപ്പ് നടത്തിയത്. ചുരത്തിന് സമീപത്ത് നിന്ന് സിദ്ദിഖിന്റെ മൊബൈൽ കണ്ടെടുത്തു. ഹോട്ടൽ ഉടമയുടെ കൊലപാതകത്തിൽ താൻ നിരപരാധിയെന്നാണ് പ്രതി ഫർഹാന ഇന്ന് പറഞ്ഞത്. കൊലപാതകം ആസൂത്രണം ചെയ്തത് ഷിബിലിയും ആഷിഖും ചേർന്നാണ്. കൃത്യം നടക്കുമ്പോൾ മുറിയിലുണ്ടായിരുന്നു എന്നും എന്നാൽ ഹണി ട്രാപ്പ് ആയിരുന്നില്ലെന്നും ഫർഹാന പറഞ്ഞു. ഞാൻ കൊന്നിട്ടൊന്നുമില്ല, ഞാൻ അതിന്റെ കൂടെ നിന്നു എന്നുള്ളത് ശരിയാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അത് അവര് തമ്മിൽ കലഹമുണ്ടായി. ഞാൻ റൂമിലുണ്ടായിരുന്നു. ഈ ഹണി ട്രാപ്പ് എന്നൊക്കെ പറയുന്നത് ഇത് പച്ച കള്ളാണ്. ഞാൻ അയാളെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. അത് ഇവന്റെ പ്ലാനാണ്. ഇവൻ എന്തോ ചെയ്തു. ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അത്ര ഷിബിലിയെ കറകളായിട്ട് പരിചയമുണ്ടോ? ഷിബിലിയാണോ ഇത് ചെയ്തത്? ഞാൻ ഷിബിലിയെ സ്നേഹിക്കുന്ന ആളാണ്. സുവി വിശ്വനാഥന്റെ റിപ്പോർട്ടിലേക്ക്. ഹോട്ടൽ ഉടമയുടെ കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇന്ന് ഈ പ്രതികളെ ഈ മൃതദേഹം ഉപേക്ഷിച്ച അട്ടപ്പാടി ചുരത്തിന് സമീപം എത്തിച്ച് തെളിവെടുത്തു. ഷിബിലി, ഫർഹാന, ആഷിഖ് എന്നിവരെയാണ് തെളിവെടുപ്പ് നടത്തിയത്. അട്ടപ്പാടി ചുരത്തിന്റെ 9-ാം വളവിൽ രാവിലെ 11:20 പ്രതികളെ എത്തിച്ചത്. ആദ്യം ഷിബിലിയെ എത്തിച്ചു. ഷിബിലിയെ പോലീസ് വാഹനത്തിൽ നിന്ന് ഇറക്കി. അതിനുശേഷം ഫർഹാനയെ ഇറക്കി. ഏതായാലും എങ്ങനെയാണ് ഈ മൃത ശരീരങ്ങൾ എങ്ങനെയാണ് ഈ കൊക്കയിലേക്ക് എറിഞ്ഞത് എന്ന് ഇരുവരും വിശദമായി തന്നെ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. 10 മിനിറ്റ് നേരമാണ് ഈ തെളിവെടുപ്പ് ഉണ്ടായിരുന്നത്. ഏതായാലും ഈ 9-ാം വളവ് എത്തുന്നതിന് മുൻപ് സിദ്ദിഖിന്റെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ആധാർ കാർഡും അത് വലിച്ചെറിഞ്ഞത് സംബന്ധിച്ചും പ്രതികൾ പോലീസിനെ അറിയിച്ചു. ഈ 6-ാം വളവിന്റെ ഭാഗത്താണ് വെച്ചാണ് ഈ മൊബൈൽ ഫോണും ആധാർ കാർഡും കളഞ്ഞത് എന്ന് അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെ തെരച്ചിൽ നടത്തുകയും അവിടെ നിന്ന് സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്തുകയും ചെയ്തു. ഏതായാലും ഈ തെരച്ചിലിനെല്ലാം തന്നെ ഒടുവിൽ, ഈ തെളിവെടുപ്പിനെല്ലാം ഒടുവിൽ
ഫർഹാനയുടെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. ഫർഹാന ഈ കൊലപാതകം നടത്തി അതിനുശേഷം ഈ മൃതദേഹം കൊണ്ടുപോയതിനു ശേഷം ഉപേക്ഷിച്ചതിന് ശേഷം ഫർഹാന എത്തിയത് ചളവറയിലെ വീട്ടിലേക്കാണ്. ആ വീട്ടിൽ വെച്ചാണ് ഫർഹാന ഈ അന്ന് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കത്തിച്ചിരുന്നത്. ആ കത്തിച്ചത് എവിടെയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫർഹാനയോട് അന്വേഷണ സംഘം ചോദിച്ചു മനസ്സിലാക്കി. അങ്ങനെ ഫർഹാനയുമായി അന്വേഷണ സംഘം തിരിച്ചു പോകുമ്പോഴാണ് ഫർഹാന മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളോട് താനല്ല കൊലപാതകം നടത്തിയത്, താൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഫർഹാന പറഞ്ഞത്. ഒപ്പം തന്നെ ഷിബിലിയും ആഷിഖും ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഇത് ഒരു ഹണി ട്രാപ്പ് അല്ല. ഒപ്പം തന്നെ ഷിബിലിയും സിദ്ദിഖും തമ്മിൽ തർക്കമുണ്ടായി എന്നും ഫർഹാന മാധ്യമങ്ങളോട് പറഞ്ഞു. ഏതായാലും ഫർഹാനയുടെ ഈ മൊഴികൾ അല്ലെങ്കിൽ ഫർഹാനയുടെ ഈ വെളിപ്പെടുത്തൽ എത്രത്തോളം വിശ്വസനീയമാണ് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഈ ഫർഹാന ചുറ്റിക ഉൾപ്പെടെ കയ്യിൽ കരുതിയിരുന്നു എന്നത് അന്വേഷണ സംഘം നേരത്തെ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. അങ്ങനെ ആ ഒരു ചോദ്യമെല്ലാം തന്നെ ഉയരുകയാണ്. ഏതായാലും തെളിവെടുപ്പ് ഈ കേസിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. നാളെ ഈ പ്രതികളെ കോഴിക്കോട് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ആദ്യം ഈ കൊലപാതകം നടന്ന ഹോട്ടൽ, അതിനുശേഷം ഈ ഇലക്ട്രിക് കട്ടർ വാങ്ങിയ കട ഇവിടെ എത്തിച്ചായിരിക്കും പ്രതികളുടെ തെളിവെടുപ്പ് നടത്തുക. വയനാട്ടിൽ കാർഷിക വായ്പ തട്ടിപ്പിലിരയായ കർഷകൻ ആത്മഹത്യ ചെയ്തു. പുൽപ്പള്ളി കിഴക്കേയിടയിലെത്ത രാജേന്ദ്രൻ നായരെയാണ് വീടിനടുത്ത തോട്ടത്തിൽ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വായ്പ തട്ടിപ്പിലിരയായ രാജേന്ദ്രന്റെ പേരിൽ പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ 40 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയുണ്ട്. അതേസമയം വായ്പാ തട്ടിപ്പിനിരയായ കൂടുതൽ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ധനകാര്യ സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ കർഷകരെയും സാധാരണ ജനങ്ങളെയും ഒക്കെ സഹായിക്കേണ്ടതാണ്. പക്ഷേ വയനാട് പുൽപ്പള്ളിയിൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. കാർഷിക സഹായം എന്ന പേരിൽ കർഷകർക്ക് ഒരു തുക നൽകുകയും അതിൻ്റെ മറവിൽ ലക്ഷങ്ങൾ ആ കർഷകന്റെ പേരിൽ തന്നെ അട്ടിമറിക്കുകയും ചെയ്തു എന്നതാണ് പുൽപ്പള്ളിയിൽ രാജേന്ദ്രൻ എന്ന കർഷകന്റെ മരണത്തിലേക്ക് നയിച്ചത്. കടബാധ്യത അദ്ദേഹത്തിന് 40 ലക്ഷം രൂപയാണ് വന്നിട്ടുള്ളത്. വെറും 73,000 രൂപ കാർഷിക കടമെടുത്ത ഒരു കർഷകന്, ഒരു കൃഷിക്കാരനാണ് ഇപ്പം വർഷങ്ങൾക്ക് ശേഷം 40 ലക്ഷം രൂപയും അടക്കം പലിശ കടബാധ്യത വരുന്നത്. ഇത് വലിയ അമിതഭാരമാവുകയും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ഒക്കെ തന്നെ വലിയ ബാധ്യതയിലേക്ക് നയിക്കുകയും ചെയ്തതിൻ്റെ മനോവിഷമത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. ഇവിടെ വിഷയം രാജേന്ദ്രൻ നായർ എന്ന കർഷകന് മാത്രമല്ല സംഭവിച്ചത്. മറ്റ് 37 കർഷകരും ഇതുപോലെ കബളിപ്പിക്കപ്പെട്ടതാണ് ഈ ബാങ്കിനാൽ. സാധാരണ കാർഷിക വായ്പ എന്ന രീതിയിൽ വളരെ കുറഞ്ഞ തുക. വയനാട്ടിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു. ആ റിപ്പോർട്ടാണ് രതീഷ് വാസുദേവൻ പങ്കുവച്ചത്. വളരെ വേഗം തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. നിരാഹാര സമരം ആരംഭിക്കുമെന്നും താരങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. രഞ്ജിത്ത്, ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ ഗുസ്താരങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ നാളുകളായി പ്രക്ഷോഭത്തിൽ മുന്നിലുണ്ട്. നേരത്തെ പാർലമെന്റ് ഉദ്ഘാടന വേളയിൽ പോലും പാർലമെന്റ് വളരെയിരുന്നു. ആ സമയത്ത് ജന്തർ മന്ദറിലെ സമരപന്തൽ ഒഴിപ്പിക്കുന്നു. അങ്ങനെ സർക്കാർ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുമ്പോഴും ബ്രിജ്ഭൂഷണെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു BJP നേതാവിനെ തള്ളിക്കളയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത് ഏത് രീതിയിലാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഇടപെടുന്നത്? ഒപ്പം ഗുസ്തി താരങ്ങൾ ബ്രിജ്ഭൂഷണെ ഇങ്ങനെ സംരക്ഷിക്കുന്നതിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? രഞ്ജിത്ത്, ബ്രിജ്ഭൂഷണെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇപ്പോഴും ബ്രിജ്ഭൂഷൺ പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങിലടക്കം MP എന്ന നിലയിൽ ബ്രിജ്ഭൂഷൺ പങ്കെടുക്കുകയും ചെയ്തു. അതാണ് ഗുസ്തി താരങ്ങളുടെ ഏറ്റവും വലിയ പരാതിക്ക് കാരണം. അതായത് ബ്രിജ്ഭൂഷണെതിരെ കേസെടുത്തിട്ട് പോലും ഒരു തരത്തിലുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഇതുവരെ കടക്കാൻ ഗുരുതരമായ ആരോപണങ്ങൾ FIR-ലുണ്ട്. എന്നിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടികളിലേക്കും കടക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് ഗുസ്തി താരങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം. മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വലിയ കാര്യമായ ചർച്ചകൾക്കും ഇതുവരെ ഗുസ്തി താരങ്ങളെ സമീപിക്കുകയും ചെയ്തിട്ടില്ല. ഇതാണ് ഗുസ്തി താരങ്ങളുടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്നും മെഡലുകൾ ഒഴുക്കിക്കളയുമെന്നുകൂടി ഇപ്പോൾ താരങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ 2 താരങ്ങൾ, ബജ്രംഗ് പുനിയാകട്ടെ സാക്ഷി മാലിക്കാകട്ടെ, ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളാണ്. വിനേഷ് ഫോഗോട്ട് ഒരുപക്ഷെ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ വനിതാ താരം വിനേഷ് ഫോഗോട്ടാണ്. തുടർച്ചയായി 3 കോമൺവെൽത്ത് ഗെയിംസിൽ അവർക്ക് മെഡലുണ്ട്. ഇങ്ങനെ വലിയ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കായി നേട്ടം കൈവരിച്ച താരങ്ങളാണ് അവിടെ സമരം നടത്തുന്നത്. അപ്പോൾ ആ സമരത്തെ കേന്ദ്ര സർക്കാർ അടക്കം കൈകാര്യം ചെയ്ത രീതിയിൽ വലിയ എതിർപ്പ് ഏതായാലും ഇതിനോടകം തന്നെ താരങ്ങൾ അത് പല
രീതിയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, രഞ്ജിത്ത് ചോദിച്ചതുപോലെ തന്നെ പ്രതിപക്ഷവും ഈ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയാ പ്രത്യേകിച്ച് ഈ താരങ്ങളെ വലിച്ചിഴച്ചതിനടക്കം ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഈ മെഡൽ ഒഴുക്കിക്കളയുമെന്ന താരങ്ങളുടെ പ്രഖ്യാപനം അത് വരും മണിക്കൂറുകളിൽ സ്വാഭാവികമായും വലിയ ചർച്ചയാകും. ഇനി ഇതിനെ കേന്ദ്ര സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് അറിയേണ്ട വിഷയം. രഞ്ജിത്ത്, ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം കടുപ്പിച്ച് ഗുസ്തി താരങ്ങൾ മെഡലുകൾ ഗംഗയിലെറിയുമെന്ന് താരങ്ങൾ പ്രഖ്യാപിച്ചു. ജന്തർ മന്ദറിലെ സമരവേദിയിൽ പോലീസ് ഒഴിപ്പിച്ചതിന് പിന്നാലെയാണ് താരങ്ങളുടെ തീരുമാനം. രാകേഷ് വിവരങ്ങൾ നൽകും. രാകേഷ്, കുറേ ദിവസങ്ങളായി ഈ സമരം നടക്കുന്നു. വലിയ പ്രതിഷേധങ്ങൾക്ക് ജന്തർ മന്ദർ സാക്ഷിയായി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കുന്നില്ല. ഇത് ഗുസ്തി താരങ്ങൾ ഏത് രീതിയിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കൈകാര്യം ചെയ്യുക? രഞ്ജിത്ത്, സമരത്തിന്റെ രൂപം മാറ്റുകയാണ് ഗുസ്തി താരങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മെഡലുകൾ അത് ഗംഗയിൽ എറിയുമെന്നാണ് ഗുസ്തി താരങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വൈകിട്ട് 6 മണിക്ക് ഹരിദ്വാറിൽ ഗംഗയിൽ മെഡലുകൾ ഒഴുക്കിക്കളയും എന്നാണ് ഇപ്പോൾ ഗുസ്തി താരങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്നുകൂടി താരങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം താരങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ലൈംഗിക പീഡന പരാതിയിൽ ബ്രിജ് ശരൺ ഭൂഷണെ അറസ്റ്റ് ചെയ്യണം, ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് താരങ്ങളുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 2 ഘട്ടങ്ങളിലായി അവർ സമരത്തിലായിരുന്നു. ആദ്യത്തെ നടപടിയെടുക്കാമെന്ന് ഉറപ്പിന് ശേഷം സമരം പിൻവലിച്ചു. പിന്നീട് ഒരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് ഏപ്രിൽ 23 മുതൽ താരങ്ങൾ ജന്തർ മന്ദറിൽ സമരം ചെയ്തു വരികയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം മഹിളാ മഹാപഞ്ചായത്ത്, പാർലമെന്റിന്റെ ഉദ്ഘാടന ദിവസം മഹിളാ പഞ്ചായത്ത് അവിടെ സംഘടിപ്പിച്ചു. പക്ഷേ പാർലമെന്റിന് സമീപത്തേക്ക് മാർച്ച് നടത്താൻ തയ്യാറായ താരങ്ങളെ അവിടെ നിന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. സാക്ഷി മാലിക്കൊപ്പം തന്നെ വിനേഷ്. അരിക്കൊമ്പനെ കണ്ട് ഭയന്നോടുന്നതിനിടെ പരിക്കേറ്റ കമ്പം സ്വദേശി പാൽരാജ് മരിച്ചു. തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിവേ ഇന്ന് പുലർച്ചെയായിരുന്നു മരണം സംഭവിച്ചത്. അതേസമയം ദൌത്യസംഘത്തിന് പിടികൊടുക്കാതെ അരിക്കൊമ്പൻ വനമേഖലയിൽ തുടരുകയാണ്. ദൌത്യത്തിനായി പ്രത്യേക പരിശീലനം ലഭിച്ച 5-അംഗ ആദിവാസി സംഘത്തെയും തമിഴ്നാട് നിയോഗിച്ചിട്ടുണ്ട്. പ്രിൻസ് ജെയിംസിന്റെ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം അരിക്കൊമ്പൻ കമ്പം പട്ടണത്തെത്തി പരിഭ്രാന്തി പരത്തി ഓടുന്നതിനിടെയാണ് പാൽരാജിന് പരിക്കേറ്റത്. ആനയെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് പരിക്കേൽക്കുകയായിരുന്നു. ഇയാളുടെ തലയിലും വയറിലും ആന്തരിക ക്ഷതമേറ്റു. പിന്നീട് തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയോടെയാണ് മരണം സംഭവിച്ചത്. കമ്പത്ത് ആനയുടെ ആക്രമണത്തിൽ 5 വാഹനങ്ങളും തകർന്നിരുന്നു. പിന്നീട് ജനവാസ മേഖലയ്ക്ക് സമീപത്തെ കൃഷിയിടത്തിലേക്ക് മാറിയ ആന രാത്രിയിൽ ചുരുളി മേഖലയിലേക്ക് മാറി. ഏതാനും ദിവസങ്ങളായി കൂതനാച്ചി വനമേഖലയിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ഷൺമുഖ നദി ജലാശയത്തിന് സമീപത്തുണ്ടായിരുന്ന ആന പിന്നീട് ഉൾവനത്തിലേക്ക് മാറി. അതേസമയം ആനയെ പിടികൂടുന്നതിനുള്ള ദൗത്യസംഘം കമ്പത്ത് തുടരുകയാണ്. ദൗത്യത്തിനായി 5-അംഗ പ്രത്യേക ആദിവാസി സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഇവർക്ക് ആനയെ പിടികൂടുന്നതിനുള്ള പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഇവർ മുതുമലയിൽ നിന്നാണ് എത്തുക. വനമേഖലയിൽ അരിക്കൊമ്പൻ എവിടെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ ഇവരുടെ സഹായത്തോടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും വരും ദിവസങ്ങളിൽ അരിക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് എത്തിയാൽ മയക്കുവെടി വെച്ച് പിടികൂടി ഉൾക്കാട്ടിലേക്ക് മാറ്റാനാണ് തമിഴ്നാടിന്റെ തീരുമാനം. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, കമ്പം. അരിക്കൊമ്പനായി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ച 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് തമിഴ്നാട് പിടികൂടിയാലും കേരളത്തിന് കൈമാറണമെന്നും ആവശ്യമായ ചികിത്സ നൽകണമെന്നുമാണ് ആവശ്യം. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പം തമിഴ്നാട് സർക്കാരിനെയും എതിർകക്ഷിയാക്കിയാണ് ഹർജി. ഡാനി പോളിന്റെ റിപ്പോർട്ടിലേക്ക്. അരിക്കൊമ്പനായി ഹർജി നൽകി 2020. അരിക്കൊമ്പനായി ഹർജി നൽകിയിരിക്കുന്നത് 2020യുടെ ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബാണ്. ഈ ഹർജിയിൽ, ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാരിനെയും അതോടൊപ്പം തന്നെ കേരള സർക്കാരിനെയും തമിഴ്നാട് സർക്കാരിനെയും ഇതിൽ എതിർകക്ഷികളാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് അരിക്കൊമ്പനെ സംരക്ഷിക്കുന്നതിൻ്റെ ആരോഗ്യം നില ഇപ്പോൾ അപകടകരമാണ്. അതുകൊണ്ട് അരിക്കൊമ്പനെ സംരക്ഷിക്കുക. തമിഴ്നാട് സർക്കാരിൻ്റെ പരിധിയിലാണ്, ആ കാടുകളിലാണ് അരിക്കൊമ്പൻ ഇപ്പോഴുള്ളത്. അരിക്കൊമ്പനെ പിടികൂടിയാലും അത് കേരളത്തിൻ്റെ വനാതിർത്തിയിലേക്ക് മാറ്റണം എന്നൊരു ആവശ്യവും കൂടി ഇതിൽ ഉന്നയിച്ചിട്ടുണ്ട്. നിലവിൽ ആനയുടെ തുമ്പിക്കൈക്കടക്കം പരിക്കേറ്റതായി മാധ്യമങ്ങളിലൂടെ അടക്കം അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ള അതിന് ചികിത്സയും മറ്റും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആനയെ
മയക്ക് വെടിവെച്ച് പിടികൂടുകയാണെങ്കിൽ പോലും അതിന് കേരളത്തിൻ്റെ വനാതിർത്തിയിലേക്കടക്കം മാറ്റണമെന്നാണ് ആവശ്യപ്പെടുന്നത്. നിലവിൽ ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ആനയെ മയക്കുപിടി വെച്ചാൽ അതിനെ കൂടുതൽ കാട്ടിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. അപ്പോൾ കുങ്കിയ ആനകളെ ഉപയോഗിച്ച് അതിനെ മെരുക്കി കാട്ടിലേക്ക് അയക്കുമ്പോൾ കൂടുതൽ പരിക്കേൽക്കാനുള്ള ഒരു സാധ്യത. എന്തായാലും അരിക്കൊമ്പനുമായി കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. അരിക്കൊമ്പന് കൃത്യമായ ചികിത്സ നൽകണമെന്നാണ് സാബു എം ജേക്കബിന്റെ ആവശ്യം. അജിയോയിൽ ബിഗ് ബോൾ സെയിൽ വ്യാഴാഴ്ച മുതൽ. ഇന്ത്യയിലെ പ്രീമിയം ഫാഷൻ റെറ്റിലറായ അജിയോ ജൂൺ 1 മുതൽ ആരംഭിക്കുന്ന ബിഗ് ബോൾ സെയിലിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രീമിയം ബ്രാൻഡുകൾക്ക് 50 മുതൽ 90% വരെ ഡിസ്കൌണ്ട് ലഭ്യമാകും. ഓരോ 6 മണിക്കൂറിലും ഉപഭോക്താക്കൾക്ക് ഐഫോൺ 14 പ്രോ, ആപ്പിൾ മാക്ബുക്ക്, സാംസങ് 23 മൊബൈൽ, 1 ലക്ഷം രൂപ വില മതിക്കുന്ന സ്വർണം എന്നിവ നേടാനുള്ള അവസരമുണ്ട്. കൂടാതെ SBI ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നിവ ഉപയോഗിക്കുന്നവർക്ക് 10% ഡിസ്കൌണ്ടും ലഭിക്കും. ശ്രദ്ധ കപൂറിനും റാണ ദഗുപതിക്കുമൊപ്പം ഫാഷൻ സ്മോക്ക് ബാൻഡഡ് ക്യാമ്പയിൻ നാളെ ആരംഭിക്കും.